പാകിസ്ഥാനിൽ ഇന്ന് പുലർച്ചെ മുതൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ ഇമ്രാൻഖാന്റെ പാർട്ടിയായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. നവാസ് ഷെരീഫ് അടക്കം പിന്നിലായിരുന്നു. പക്ഷേ ഓരോ നിമിഷവും അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പോൾ വോട്ടെണ്ണൽ വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം നവാസ് ഷെരീഫ് ജയിച്ചിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇതിനിടയിൽ സൈന്യം സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണ്. നമുക്കറിയാം, പലവട്ടം പട്ടാള ഭരണത്തിലേക്ക് അമർന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഈ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇമ്രാൻഖാന്റെ പാർട്ടി പറയുന്നത് നവാസ് ഷെരീഫ് കള്ളത്തരത്തിലൂടെയാണ് ജയിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇമ്രാൻഖാന്റെ പാർട്ടിയാണോ നവാസ് ഷെരീഫിന്റെ പാർട്ടിയാണോ അധികാരത്തിൽ വരുന്നത് ഇതുവരെ വ്യക്തമായ ഒരു ചിത്രം വന്നിട്ടില്ല. വളരെ വേഗത്തിൽ തന്നെ വോട്ടെണ്ണൽ നടന്നു വന്നിരുന്നതാണ്. ഇപ്പോൾ അത് വളരെ മന്ദഗതിയിലായിരിക്കുന്നു. ചിലയിടങ്ങളിലൊക്കെ സംഘർഷം നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും നവാസ് ഷെരീഫ് ജയിച്ചിരിക്കുന്നു, അദ്ദേഹം പ്രധാനമന്ത്രിയാകും എന്നൊരു ഊഹം ചില പത്രങ്ങളെങ്കിലും, പാകിസ്ഥാൻ പത്രങ്ങളെങ്കിലും നൽകുന്നുണ്ട്. ഏതായാലും അത്യന്തം നാടകീയത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പട്ടാള ഭരണത്തിലേക്ക് എത്തുമോ പാകിസ്ഥാൻ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.